ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു റെഡി ടു കുക്ക് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു ഉണ്ടാക്കിയിരിക്കുന്നത് ചോക്കിദാനി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമാണ്. അത് ജയ്പൂരിലുള്ളത്. അവർ രാജസ്ഥാനി പെർഫോമിംഗ് ആർട്സും രാജസ്ഥാനി ഫുഡും എല്ലാം അവിടെ ഒരു ടൂർ സെൻറ്റർ പോലെയാണ് അവിടെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെ റെഡി ടു കുക്ക് സാധനങ്ങളും അവർ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് Amazon.in കിട്ടും. അപ്പോൾ ദാൽ മക്കാനി എന്നാണ് പറയണതിന്. അപ്പോൾ ഇതൊരു സിഗ്നേച്ചർ പഞ്ചാബി ഡെലിക്കസി പ്രിപ്പയർഡ് യൂസിങ് ബ്ലാക്ക് ലെൻറ്റിൽസ് സീസൺഡ് വിത്ത് ഓതൻറ്റിക് സ്പൈസസ്. അപ്പോൾ കറുത്ത ദാൽ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതിൽ കുറച്ച് ബട്ടർ ഇടും. ഈ മക്കാനി എന്ന് പറഞ്ഞാൽ അത് ബട്ടറാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയുന്നത് ഹീറ്റ് ആൻഡ് സെർവ് ഇൻ 2 minutes എന്ന് പറഞ്ഞാൽ കവർ പൊട്ടിച്ചിട്ട് ചൂടാക്കി 2 മിനിറ്റ് മാഗി നൂഡിൽസ് പോലെ ചൂടാക്കി ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നോ MSG പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതൊരു 300 ഗ്രാം ഉണ്ട്. റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The cut pouch empty contents into a frying pan and heat for 3 to 5 minutes while stirring. പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് ചൂടാക്കുക. അപ്പോൾ 3 മുതൽ 5 മിനിറ്റ് വരെ ചൂടാക്കുക. അതിൻ്റെ ഇടയിൽ ഇളകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ സെർവ് ഹോട്ട്, അതൊരു വൺ ഓഫ് ദ മെത്തേഡ്സ് കുക്കിംഗ്. പിന്നെ ഇവർ ഈ നാസ ഡെവലപ്പ് ചെയ്ത ഒരു റിട്ടോർട്ട് പൗച്ച് ടെക്നോളജി, അതാണ് റിട്ടോർട്ട് പൗച്ച് ടെക്നോളജി ഡെവലപ്പ് ബൈ നാസ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ റിട്ടോർട്ട് പൗച്ച് ചെയ്ത ഫുഡ് ഐറ്റംസ് 2 കൊല്ലം വരെ ഇവർ ഇരിക്കും എന്നാണ് പറയുന്നത്. അൺലെസ് ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് ഓപ്പൺഡ്. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് അയക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും കുറേ കമ്പനീസൊക്കെ ചെയ്യുന്നുണ്ട് റിട്ടോർട്ട് പാക്കിങ്. പിന്നെ ഇത് ഇവരുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറിന് കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ്. പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിയിരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്. ബ്ലാക്ക് ഗ്രാം, ടൊമാറ്റോ പേസ്റ്റ്, ഫ്രഷ് ടൊമാറ്റോ പ്യൂരി, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. ഇതിൽ റിഫൈൻഡ് സൺഫ്ലവർ ഉപയോഗിക്കുന്നത് അതൊരു ന്യൂനതയായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, സോൾട്ട്, ലെമൺ, ഗരം മസാല, പിന്നെ പിന്നെ ഫെനുഗ്രീക്ക് പൗഡർ, റെഡ് ചില്ലി പൗഡർ, മെയ്സ് പൗഡർ ആൻഡ് പൗഡർ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പം ഇത് MRP 210, പക്ഷേ അതിനും കുറച്ച് കിട്ടും. അപ്പോൾ Amazon.in നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇതാണ് ദാൽ മഖാനി. നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മളിത് കവർ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു പൗച്ചാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി ഈ പൗച്ച് നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് നമ്മളിനി ചൂടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞു. ഇളകിക്കൊണ്ട് ഒരു 3 to 5 minutes ചൂടാക്കി. അപ്പോൾ അതിങ്ങനെ ഈ ഫോമിലാവും. ഇതുപോലെയായിരിക്കും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. എന്നാലും ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ മലയാളികൾക്ക് ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കാം, എന്നാലും കുഴപ്പമില്ല, യു ക്യാൻ അഡ്ജസ്റ്റ്. ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റൈസിൻ്റെ ഒപ്പം കഴിക്കും. അപ്പോൾ ടൈമില്ലാത്തവർ ഇങ്ങനത്തെ റെഡി ടു കുക്ക് ഐറ്റംസ് മേടിക്കുക. ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വിക്കിപീഡിയയിലുണ്ട്, ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അതാണ് ദാൽ മഖ്നി, പഞ്ചാബി ഡിഷ്.